റിപ്പോർട്ട് ബ്രേക്കിംഗ്. പത്തനംതിട്ട സ്വദേശിയായ യുവാവ് മുംബൈയിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയെന്ന് കുടുംബം. മകൻ മരിച്ച ശേഷവും ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട്. മകന്റെ ഭാര്യയെ അപായപ്പെടുത്തുമെന്ന മാഫിയ സംഘം ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും കുടുംബം ആരോപിച്ചു. ഓൺലൈൻ വായ്പാ സംഘം ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഡയറിയിൽ എഴുതി വെച്ച ശേഷമാണ് യുവാവ് ആത്മഹത്യ ചെയ്തത്. 10 മിനിറ്റിനുള്ളിൽ പണം അയച്ചു തന്നില്ലെങ്കിൽ കുടുംബത്തെ ഉൾപ്പെടെ മോശമായി ചിത്രീകരിക്കുമെന്നും ലോൺ ആപ്പുകൾ ഭീഷണി മുഴക്കുന്നു. भैया मैं लास्ट टाइम बोल रहा हूँ 10 मिनट के अंदर पेमेंट करो, अगर फुल 2000 नहीं है तो 800 पेमेंट करो, जल्दी से पेमेंट का स्क्रीनशॉट भेजो, अदरवाइज आपकी फाइल एक्शन डिपार्टमेंट में हो, फैमिली कॉलिंग स्टार्ट करें, आपकी लिंक की फोटो ऑल कॉन्टैक्ट्स में हो, फैमिली में हो, सोशल मीडिया पे अपलोड कर देंगे. लास्ट टाइम बोल रहा हूँ ओपन ऐप एंड पे लोन और मुझे स्क्रीनशॉट भेजो. 2026 മാർച്ച് 24-ന് പത്തനംതിട്ട സ്വദേശിയായ 34-കാരനായ യുവാവിനെ മുംബൈയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിക്കുന്നു. ആത്മഹത്യയ്ക്ക് കാരണം ലോൺ ആപ്പായിരുന്നു. ഇപ്പോൾ ആ യുവാവിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. മകൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം നമുക്ക് വ്യക്തമായി. ലോൺ ആപ്പ് തന്നെയാണ് മരണത്തിന് കാരണമെന്ന് ക്രൈം സെല്ലുകാർ പരിശോധിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഇത് ബ്ലാക്ക് മെയിലാണ്, എന്നിട്ടാണ് പറഞ്ഞ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. മകൻ്റെ മരണശേഷവും ഈ ലോൺ ആപ്പുകാർ നമ്മളെ വിളിക്കാറുണ്ട്. എന്നെയും വിളിക്കാറുണ്ട്, അവൻ്റെ ഭാര്യയും വിളിക്കാറുണ്ട്. കേരളത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് വൈശാലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നിരന്തരം വിളിക്കുന്നുമുണ്ട്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക് ദേവനാഥ് അല്ലെ എൻ്റെ മകൻ പൈസ കൂടുതലായിട്ട് ഇട്ടതായിട്ടും കാണുന്നുണ്ട്. എന്തെങ്കിലും ഡയറി കുറിപ്പോ അങ്ങനെ എന്തെങ്കിലും? ആ ഡയറി കുറിപ്പിനകത്ത് അവൻ്റെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എല്ലാം എഴുതിയിട്ടുണ്ട്. പറയുന്നത് അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുക, എല്ലാവരും നോക്കണമെന്നൊക്കെ അതിനകത്ത് എഴുതിയേക്കുന്നത്. അത് ആരെഴുതി എങ്ങനെ അറിയുന്നൊന്നും അറിയത്തില്ല. തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഈ പ്രതികളെ പിടികൂടണം, നിയമത്തിന് മുന്നിൽ എത്തിക്കണം. കേരള പോലീസിലും പരാതി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, ഇവരൊരു ക്രിമിനൽ മാഫിയ സംഘത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതല്ലേ? നിരന്തരം ഭീഷണി, ഒരു മനുഷ്യൻ ജീവൻ ഒടുക്കിയിട്ടും തീരുന്നില്ല അല്ലേ ഇവരുടെ പക? ഒരു കുടുംബത്തെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു അല്ലേ? റോഷ്നി, ആ പിതാവിൻ്റെ വേദന നാം ആ വാക്കുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മുംബൈ പോലീസ് ഇപ്പോഴും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആത്മഹത്യ നടത്തിയതിന് ശേഷം മുംബൈ പോലീസ് ഈ യുവാവിൻ്റെ ഫോൺ അവർക്ക് ലഭിച്ചിരുന്നു. അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ലോൺ ആപ്പിലേക്ക് നീങ്ങിയത്. പക്ഷേ ഇപ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ലോൺ ആപ്പ് തന്നെയാണ് യുവാവിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്ന് മുംബൈ പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ആ പിതാവും മറ്റ് ബന്ധുക്കളുമൊക്കെ ഇപ്പോൾ നാട്ടിലുണ്ട്. പത്തനംതിട്ട സ്വദേശിയാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, ഇപ്പോഴും ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അത് യുവാവിൻ്റെ ആ മൊബൈൽ ഫോൺ ഇപ്പോഴും പിതാവിൻ്റെ കൈവശമുണ്ട്. ആ ഫോണിലേക്ക് ഇപ്പോഴും നിരന്തരം കോളുകൾ വരുന്നുണ്ട്. പിതാവിൻ്റെയും ഒപ്പം തന്നെ സഹോദരൻ്റെയും ഭാര്യയുടെയും ഒക്കെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശങ്ങൾ വരുന്നു. അതായത് എത്രയും വേഗം പണം തിരിച്ചടയ്ക്കണമെന്നുള്ളതാണ്. ഒരു ജീവൻ പൊലിഞ്ഞിട്ട് പോലും ഈ ലോൺ ആപ്പുകൾ കുടുംബാംഗങ്ങളെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിയമ നടപടികൾ വേണമെന്ന് ഇപ്പോൾ പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ സ്ക്രീൻഷോട്ട് വ്യാജമായി സൃഷ്ടിച്ച് അതിൽ യുവാവിൻ്റെ ഫോട്ടോ ചേർത്തുകൊണ്ട് ഒരു കേസിൽ പ്രതിയാണെന്ന രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ട് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവർ ആ സന്ദേശത്തിൽ കൂടി പറയുന്നത് ഇനിയും പണം തിരിച്ചടച്ചില്ലെങ്കിൽ മറ്റ് കോൺടാക്ട്സ് നമ്പറിലേക്കൊക്കെ ഈ സ്ക്രീൻഷോട്ടുകൾ ഞങ്ങൾ അയക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ യുവാവ് മറ്റുള്ള കേസുകളിൽ കൂടി പ്രതിയായിരുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുമെന്നുള്ളൊരു ഭീഷണി കൂടിയാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള പോലീസിലും പരാതി നൽകും എന്ന് തന്നെയാണ് പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മകൻ്റെ മരണത്തിന് കാരണക്കാരായിട്ടുള്ള ഈ ലോൺ ആപ്പ് ആളുകളെ മുഴുവൻ പിടികൂടണമെന്നൊരു ആവശ്യം കൂടി ഈ പിതാവ് ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് 3-ലധികം സന്ദേശങ്ങൾ നാം പരിശോധിക്കുകയുണ്ടായി, ശബ്ദ സന്ദേശങ്ങൾ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കോൾ സെന്ററിന് സമാനമായ രീതിയിലുള്ള സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ ഭീഷണി സ്വരങ്ങളെല്ലാം വരുന്നത് എന്നുള്ളതാണ്. അതായത് ഒരാൾ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരം നടക്കുമ്പോൾ ആ മുറിയിൽ തന്നെ മറ്റുള്ള ആളുകളും ഇതേ രീതിയിൽ തന്നെ മറ്റാരോടൊക്കെയോ സംസാരിക്കുന്ന ശബ്ദങ്ങളും നമുക്ക് അവ്യക്തമായി തന്നെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അതായത് ഒരു ഗ്യാങ് തന്നെയാണ് ഇത്തരത്തിൽ